6 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് കട്ടി ആഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ എന്തൊക്കെ നൽകാം, ഒരു ഐഡിയൽ വീക്ക്ലി ഡയറ്റ് ചാർട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം, ഫീഡിംഗ് സമയം എങ്ങനെ എളുപ്പമാക്കാം എന്നതിനെക്കുറിച്ച് വിശദമായി ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെമ. ടൈനി ടമ്മീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞിൻ്റെ ഫസ്റ്റ് ടൈം ഫീഡിംഗ് എല്ലാ പേരൻസിനും കൺഫ്യൂഷൻ ആയിരിക്കും. അതിനാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നതിന് മുൻപ് കുഞ്ഞ് ഭക്ഷണം കഴിക്കാനായി തയ്യാറായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കുഞ്ഞ് തലയും കഴുത്തും കൺട്രോൾ ചെയ്ത് സപ്പോർട്ടില്ലാതെ ഇരിക്കുന്നുണ്ടോ, സാധനങ്ങൾ തനിയെ കൈകൊണ്ട് എടുത്ത് വായിൽ വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ചവയ്ക്കാനും ഇറക്കാനുമുള്ള ശ്രമം നടത്തുന്നുണ്ടോ, മറ്റുള്ളവർ ഫുഡ് കഴിക്കുമ്പോൾ കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നു, തനിയെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചവയ്ക്കുക, ഇവയൊക്കെയാണ് സൈൻസ് ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായി നമ്മൾ പരിശോധിക്കണം. ഫുഡ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. കുഞ്ഞിൻ്റെ പ്രതിരോധ ശേഷി ഇപ്പോഴും കുറവാണ്. അതിനാൽ കുഞ്ഞിന് കുറുക്കും മറ്റു ഫുഡ്സും തയ്യാറാക്കുമ്പോൾ സെപ്പറേറ്റ് ആയ ഒരു പാത്രം, സ്പൂണ്, ഫീഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ബൗള്, സ്പൂണ് എന്നിവ കരുതണം. ഫുഡ് കൊടുക്കുമ്പോൾ കുഞ്ഞ് എപ്പോഴും കഴിക്കാൻ താല്പര്യം കാണിക്കണമെന്നില്ല. കാരണം ആദ്യ 6 മാസം വരെ അമ്മയുടെ പാല് മാത്രം കുടിച്ച കുഞ്ഞിന് ആദ്യത്തെ ഫുഡ്, അതിൻ്റെ ടേസ്റ്റ്, രൂപം ഇവയൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ ടെൻഷൻ അടിക്കുകയോ കുഞ്ഞിനെ ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്യുകയോ അരുത്. ഫുഡ് ഒരിക്കലും ഫോർമുല മിൽക്കിൽ തയ്യാറാക്കാതെ ഇരിക്കുക. കുഞ്ഞിന് സോൾട്ട് ഫുഡ്സിൽ നിന്നും ഇപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രം പോഷക ഗുണങ്ങൾ കിട്ടിയാൽ മതി. 6 മാസം മുതൽ 1 വയസ്സ് വരെ 50% പോഷകങ്ങളും അമ്മയുടെ പാലിൽ നിന്നാണ് കിട്ടുന്നത്. അതിനാൽ ഈ പ്രായത്തിൽ ഫുഡ് കുഞ്ഞിനൊരു ഫണ്ണായി മാത്രം നൽകി അവരെ വളരുമ്പോൾ തനിയെ കഴിപ്പിക്കാനും വിവിധ ആഹാരങ്ങളോട് പരിചയപ്പെടാനുമുള്ള അവസരമായി കട്ടിയാഹാരം നൽകിയാൽ മതി. മുലപ്പാല് കൊടുത്ത് 2 മണിക്കൂറിന് ശേഷം മാത്രം കട്ടിയാഹാരം കൊടുക്കുക. കുഞ്ഞിന് ഡിമാൻഡ് അനുസരിച്ച് ഇപ്പോഴും പാൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ആദ്യ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു നേരം മാത്രം സോളിഡ് ഫുഡ്സ് അല്ലെങ്കിൽ കുറുക്ക് നൽകുക. പിന്നീട് അത് 2 നേരമാക്കി കൂട്ടിക്കൊണ്ടുവരികയാണ് വേണ്ടത്. സ്പൂണിൽ നിന്നും ഒഴുകിപ്പോകാത്ത വിധത്തിൽ സെമി സോളിഡ് രൂപത്തിലാണ് കുറുക്കുകൾ നൽകേണ്ടത്. ഒരുപാട് വെള്ളം പോലെ ആയാൽ ഗുണം കുറയും. കട്ടി കൂടിയാൽ കുഞ്ഞിന് ഇറക്കാനും പ്രയാസമാകും. എപ്പോഴും കുഞ്ഞിനെ ഇരുത്തി മാത്രം ഭക്ഷണം കൊടുക്കുക. കിടത്തി കൊടുക്കുമ്പോൾ തരിപ്പിൽ കയറാൻ സാധ്യത കൂടുതലാണ്. ആദ്യത്തെ ആഴ്ചകളിൽ 2-3 സ്പൂൺ മാത്രം കൊടുക്കുക. പിന്നീട് കുഞ്ഞ് കഴിക്കുന്നതനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരിക. ഒരു പുതിയ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അലർജി ടെസ്റ്റ് നോക്കുക. അതായത് ഒരേ ഫുഡ് തന്നെ തുടർച്ചയായി 3 ദിവസം കൊടുത്ത ശേഷം അലർജി ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഇതിന് 3 ഡേ റൂൾ എന്ന് പറയും. എങ്ങനെയാണ് അലർജി ഉണ്ടോ എന്ന് നോക്കേണ്ടത്? കുഞ്ഞിന് മലബന്ധം, നിർത്താതെയുള്ള കരച്ചിൽ, വയറിളക്കം, ഗ്യാസ്, ചൊറിച്ചിൽ ഇവ പോലെ കാണുകയുണ്ടോ എന്ന് നോക്കുക. എപ്പോഴും പുതിയ ഫുഡ്സ് രാവിലെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും കുഞ്ഞിന് ഒരുപാട് ഫുഡ്സ് ഒരുമിച്ച് കൊടുക്കാതെ ഇരിക്കുക. ഇത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും. ഫോഴ്സ് ഫീഡിംഗ് ചെയ്യുക അല്ലെങ്കിൽ നിർബന്ധിച്ച് കഴിപ്പിക്കുക. ഇത് ഫുഡിനോട് ഒരു അനിഷ്ടം ഉണ്ടാക്കിയെടുക്കുക വഴി ഭാവിയിൽ പിക്കി ഈറ്ററായി മാറാനുള്ള സാധ്യത കൂട്ടുന്നു. എന്തെല്ലാം ഫുഡുകളാണ് ആദ്യം കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇവയെ ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് ധാന്യങ്ങൾ. റാഗി, ഏത്തക്കപ്പൊടി, നവരരി, നുറുക്കുഗോതമ്പ്, ഓട്സ്, അവിൽ ഇവയൊക്കെ നൽകാവുന്നതാണ്. ഇവ പെട്ടെന്ന് ദഹിക്കുന്നതും ആദ്യ ആഹാരമായി നൽകാവുന്നതുമാണ്. ആദ്യമായി ഫുഡ് കൊടുക്കുമ്പോൾ ഒറ്റ ധാന്യങ്ങൾ മാത്രം നൽകുക. അമൃതം പൊടി, ഹെൽത്ത് മിക്സ് പോലെ ഒരുപാട് ധാന്യങ്ങൾ ഒരുമിച്ച് കൊടുക്കാതെ ഇരിക്കുക. രണ്ടാമത്തേത് ഫ്രൂട്ട്സ് ആണ്. നമുക്ക് നാട്ടിൽ തന്നെ കിട്ടുന്ന ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നൽകാം. മറ്റുള്ളവ കിട്ടുന്ന അനുസരിച്ച് കൊടുത്താൽ മതി. കട്ടി ആഹാരം കൊടുത്തു തുടങ്ങി 2-3 ആഴ്ചയിലാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നിവ കൊടുക്കാൻ തുടങ്ങേണ്ടത്. 2-3 സ്പൂൺ മാത്രം ആദ്യമായിട്ട് നൽകാം. ഫ്രൂട്ട്സ് ഏതൊക്കെയെന്ന് നോക്കാം. പഴം, ആപ്പിൾ, പപ്പായ, സ്ട്രോബെറി, പിയർ, ചിക്കു, അവക്കാഡോ ഇവയൊക്കെ നൽകാം. അടുത്തത് പച്ചക്കറികൾ. ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, പംകിൻ പൊട്ടറ്റോ, ബീട്രൂട്ട്, ഗ്രീൻ പീസ്, ബ്രൊക്കോളി ഇവയൊക്കെ നൽകാവുന്നതാണ്. പയറുവർഗ്ഗങ്ങൾ ആദ്യ മാസങ്ങളിൽ ചെറുപയർ അല്ലെങ്കിൽ മൂങ് ദാൽ നൽകാവുന്നതാണ്. ഇത് വേവിച്ചുടച്ച് പ്യൂരിയായോ അല്ലെങ്കിൽ ചോറിനോടൊപ്പമോ നൽകാം. ഇനിയും ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു ദിവസത്തെ ഡയറ്റ് ചാർട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം.